കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. വാളകം പഞ്ചായത്തിലെ കടാതി കാരണാട്ടുകാവ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. 2 വർഷത്തിലധികമായി റോഡ് തകർന്ന നിലയിലായതോടെയാണ് പ്രദേശവാസികൾ ബഹുജന പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. വാളകം പഞ്ചായത്ത് 7-ാം വാർഡിലെ കടാതി കാരണാട്ടുകാവ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. 2 വർഷത്തിലധികമായി റോഡ് തകർന്ന നിലയിലായതോടെയാണ് പ്രദേശവാസികളടക്കം ദുരിതത്തിലായിരിക്കുന്നത്. ദിനംപ്രതി സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അധികൃതരുടെ അനാസ്ഥ. വർഷങ്ങൾക്കു മുമ്പ് അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡ് മഴക്കാലമായതോടെ ചെളിക്കുളമായ അവസ്ഥയിലാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പലതവണ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും ഫണ്ട് അനുവദിക്കാൻ ഇതുവരെയും വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് മുൻ വാർഡ് മെമ്പർ PN മനോജ് പറഞ്ഞു. 2022-23 സമയമായപ്പോൾ ഈ റോഡ് മോശമായി തുടങ്ങുകയും അന്നേരം ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷാൻഡി എബ്രാഹത്തോട് ഈ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ആ സമയത്ത് മെമ്പറായിരുന്ന ഞാനും ആവശ്യപ്പെടുകയും പ്രകാരം അവർ ഈ റോഡിന് ഫണ്ട് അനുവദിക്കാമെന്ന് പറയുകയും നിങ്ങളുടെ ഈ റോഡ് ജില്ലാ പഞ്ചായത്ത് ആസ്തിയിലില്ല, അത് ആസ്തിയിലൊന്ന് ചേർത്ത് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് താട്ടെ എന്ന് പറഞ്ഞു. അതിന് പ്രകാരം വാളകം ഗ്രാമപഞ്ചായത്തിൽ ആസ്തി രജിസ്റ്ററിൽ ഒഴിവാക്കുന്നതിനും വാളകം പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കി നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് ആസ്തിയിൽ ഉൾപ്പെടുത്തുവാനും ആയി തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ കോപ്പി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർക്ക് നൽകുകയുണ്ടായി. പിന്നീട് ഈ റോഡിന് ഫണ്ട് ചോദിച്ചപ്പോൾ ഫണ്ട് കുറവാണ്, അടുത്ത പ്രാവശ്യം ആവട്ടെ എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്കും ഈ റോഡ് മോശമായി തുടങ്ങിയതിനാൽ ജനവികാരം ആളുകൾക്ക് ഈ റോഡ് നന്നാവണം എന്നുള്ള തരത്തിൽ ഇവിടുത്തെ പ്രധാന റെസിഡൻ്റ് അസോസിയേഷൻ, അതുപോലെ സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾ ഇവരെല്ലാവരും ജില്ലാ പഞ്ചായത്ത് മെമ്പറെ നേരിട്ടും അല്ലാതെയും എല്ലാം ബന്ധപ്പെടുകയും അവർ ഫണ്ട് അനുവദിക്കാൻ ഫണ്ട് കുറവാണെന്ന് പറയുകയും ചെയ്തു. പുതിയ ഭരണസമിതി വന്നിട്ടും ഈ റോഡിന് ഫണ്ട് അനുവദിക്കുകയോ അത്തരത്തിലുള്ള നടപടികളോ ഉണ്ടായില്ല. വാളകം ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ വരുന്ന 4-ാം തീയതി LDFിൻ്റെ നേതൃത്വത്തിൽ ഈ ഭരണകക്ഷിയുടെ കെടുകാര്യസ്ഥതയും ഇതുപോലെയുള്ള ജനങ്ങൾക്കെതിരായുള്ള പ്രവർത്തനത്തിനും എതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4-ാം തീയതി പഞ്ചായത്തിലേക്ക് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ റോഡുമായി ബന്ധപ്പെട്ട് ബഹുജന പ്രക്ഷോഭം ഉടൻ തന്നെ നടത്തുവാനാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ തീരുമാനം. ഈ വാർഡിലെ മറ്റ് ഒരു റോഡും ൻ്റെയും പ്രവർത്തനത്തിന് ഈ പഞ്ചായത്തിൽ നിന്ന് ലഭ്യമായ തുക കൊണ്ട് ക്ലിയറായി ചെയ്യാൻ കഴിയുമ്പോഴും നമുക്ക് ഇത്രയും വലിയ ഒരു റോഡിന് ഏകദേശം 20 ലക്ഷത്തിനോളം മുകളിൽ രൂപ ചെലവഴിക്കാൻ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ സാധിക്കാത്ത ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ തന്നെ ഈ വാളകം ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡ് മെമ്പർക്ക് ലഭ്യമാകുന്ന തുക 16 ലക്ഷം രൂപയെ താഴെ മാത്രമേ ഉള്ളൂ. അത്തരം ഒരു തുക വെച്ചുകൊണ്ട് നിരവധി റോഡുകളുള്ള ഈ പഞ്ചായത്തിൽ, പ്രത്യേകിച്ച് ഇതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതായി കിടക്കുന്ന ഉൾപ്പെട്ട റോഡുകൾക്ക് ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. വാളകം പഞ്ചായത്തിലെ കെടുകാര്യസ്ഥതയ്ക്കും ജനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനത്തിനുമെതിരെ 4-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് സമരം നടത്തും. ജനങ്ങളെ പങ്കെടുപ്പിച്ച് ബഹുജന പ്രക്ഷോഭത്തിനടക്കം ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ജനങ്ങളുടെ ഏറെ നാളായിട്ടുള്ള ദുരിതത്തിന് എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.